നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പരീക്ഷാ ക്രമക്കേടിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ വിശദീകരിച്ചേക്കും. അതിനിടെ 25-ലേറെ വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്ന പ്രതികളുടെ മൊഴിയും പുറത്തുവന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI 6 FIR രജിസ്റ്റർ ചെയ്തു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട്. രണ്ട് സഭകളിലും നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ അന്തരിച്ച അംഗങ്ങൾക്കുള്ള അനുസ്മരണമാണ് നടക്കുന്നത്. രാജ്യസഭയിൽ അംഗങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട അംഗങ്ങളെ ചെയർമാൻ ആശംസകൾ അർപ്പിക്കും. രാധാകൃഷ്ണൻ, ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച ശേഷം വേഗം തിരികെ എത്താം. ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളും ചേരുകയാണ്. അന്തരിച്ച അംഗങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതിനുശേഷം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം സ്പീക്കർ അനുവദിക്കുമോ എന്നതാണ് ആകാംക്ഷ ഉണ്ടാക്കുന്നത്. രാധാകൃഷ്ണൻ ഇപ്പോൾ ചേരുന്നു. രാധാകൃഷ്ണൻ, പറഞ്ഞോളൂ. വേണു, അല്പസമയത്തിനകം നടപടിക്രമങ്ങളിലേക്ക് സഭ കടക്കും. അതിന് മുന്നോടിയായിട്ടുള്ള അംഗങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ആശംസയാണ് രാജ്യസഭയിൽ ഇപ്പോൾ ചെയർമാൻ നേരുന്നത്. ഒപ്പം ലോക്സഭയിൽ മരണപ്പെട്ട അംഗങ്ങളുടെ അനുസ്മരണം സ്പീക്കർ നടത്തുന്നതും ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും കാര്യപരിപാടികളിലേക്ക് സഭ കടക്കുന്നത്. സഭയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അംഗങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് ഈ നീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിൽ സർക്കാരിനുണ്ടായ വീഴ്ച, ദേശീയ പരീക്ഷാ ഏജൻസിക്ക് ഉണ്ടായ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നതുൾപ്പെടെയാണ് ഈ അടിയന്തര പ്രമേയത്തിന്റെ വിഷയമായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന് വേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് ലോക്സഭയിൽ KC വേണുഗോപാലാണ്. രാജ്യസഭയിൽ ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടിയന്തര പ്രമേയ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സഭയിൽ ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം. ശരി, രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.